ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2026 ലോഗോസിൻ്റെ പഠനഭാഗങ്ങളിലെ റൂത്തിൻ്റെ പുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആമുഖത്തിലെ ചോദ്യോത്തരങ്ങൾ: 1-2 സാമുവേലിൻ്റെ ഉള്ളടക്കം എന്ത്? സാമുവേലിൻ്റെ കാലം മുതൽ ദാവീദിൻ്റെ ഭരണത്തിൻ്റെ അവസാനം വരെയുള്ള ചരിത്രം. സാമുവേൽ ആരായിരുന്നു? അവസാനത്തെ ന്യായാധിപൻ. 1-2 സാമുവേൽ, 1-2 രാജാക്കന്മാർ എന്നിവ ഏത് പേരിലാണ് ഗ്രീക്ക് പരിഭാഷയിൽ പ്രത്യക്ഷപ്പെട്ടത്? 1-4 രാജാക്കന്മാർ. ഇസ്രായേലിൽ ഫിലിസ്ത്യരുടെ ഭീഷണി വർദ്ധിച്ചത് എപ്പോൾ? BC 1050 കൂടി. ന്യായാധിപന്മാരുടെ നേതൃത്വത്തിൽ ഫിലിസ്ത്യരെ അമർച്ച ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഫലം എന്തായിരുന്നു? ശാശ്വത പരിഹാരം ഉണ്ടായില്ല. ജനം പ്രതീക്ഷിച്ചത് എന്താണ്? മറ്റു ജനതകളുടേതുപോലെ ഒരു രാജാവുണ്ടായാൽ തങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും ലഭിക്കും എന്ന്. ജനത്തിന് സ്വീകാര്യമായില്ല എന്ത്? സാമുവേലിൻ്റെ പുത്രന്മാരുടെ നേതൃത്വം. ജനങ്ങൾ ശഠിച്ചത് എന്തിനാണ്? തങ്ങൾക്ക് ഒരു രാജാവ് വേണം എന്ന്. സാമുവേലിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? കർത്താവല്ലാതെ മറ്റൊരു രാജാവ് ആവശ്യമില്ല എന്ന്. സാമുവേലിന് കർത്താവിൻ്റെ നിർദ്ദേശം ലഭിച്ചത് എന്ത്? ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ. സാമുവേൽ സാവൂളിനെ രാജാവായി അഭിഷേചിക്കുന്നത് ഏതു വാക്യത്തിലാണ്? 1 സാമുവേൽ 10:1. സാവൂൾ വിജയം വരിച്ചത് എവിടെ? ഫിലിസ്ത്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ. സാവൂൾ തിരസ്കൃതനായത് എങ്ങനെ? ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട്. സാവൂളിന് പകരം സാവൂൾ അറിയാതെ സാമുവേൽ അഭിഷേകം ചെയ്തത് ആരെ? ദാവീദിനെ. സാവൂളിന് മുറിവേറ്റത് ഏത് യുദ്ധത്തിലാണ്? ഫിലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ. സാവൂൾ മരിച്ചത് എങ്ങനെ? സ്വന്തം വാളിൽ വീണ്. ദാവീദ് പരസ്യമായി അഭിഷിക്തനായത് എവിടെ വെച്ച്? ഹെബ്രോണിൽ വെച്ച്. അവിടെ എത്ര വർഷം ഭരിച്ചു? 7 വർഷം. ദാവീദ് തലസ്ഥാനം മാറ്റിയത് എവിടേക്ക്? ജെറുസലേമിലേക്ക്. അവിടെ ദാവീദിൻ്റെ ഭരണം എത്ര കാലം ദീർഘിച്ചു? 40 വർഷം. BC 1010 മുതൽ 970 വരെ. സിംഹാസനം തട്ടിയെടുക്കാനുള്ള ആരുടെ ശ്രമമാണ് വിജയിക്കാതിരുന്നത്? സാവൂളിൻ്റെ മകൻ ഇഷ്ബാലിൻ്റെയും സ്വന്തം മകൻ അബ്സലോമിൻ്റെയും ശ്രമം. ആരെയെല്ലാമാണ് ദാവീദ് തോൽപ്പിച്ചത്? ഫിലിസ്ത്യർ, അമലേക്യർ, മോവാബ്യർ, ഏദോമ്യർ എന്നിവരെ. ഐശ്വര്യം കൈവന്നപ്പോൾ ദാവീദ് ആഗ്രഹിച്ചത് എന്ത്? കർത്താവിന് ഒരാലയം പണിയാൻ. ആര് വഴിയാണ് കർത്താവ് അത് വിലക്കിയത്? നാഥാൻ പ്രവാചകൻ വഴി. നാഥാൻ വഴി കർത്താവ് നൽകിയ വാഗ്ദാനം എന്ത്? ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. നാഥാൻ വഴി കർത്താവ് നൽകിയ വാഗ്ദാനം ഏതു വിശ്വാസത്തിൻ്റെ ഉറവിടമായി? വരാനിരിക്കുന്ന രക്ഷകൻ ദാവീദിൻ്റെ പുത്രൻ ആയിരിക്കും എന്ന വിശ്വാസത്തിൻ്റെ. ദാവീദ് എങ്ങനെയുള്ള രാജാവായിരുന്നു? നീതിനിഷ്ഠനായ രാജാവ്. നാഥാൻ്റെ ശക്തമായ വിമർശനത്തിന് വിഷയമായത് എന്ത്? ഊറിയായുടെ ഭാര്യയായ ബത്ശബയെ സ്വന്തമാക്കാൻ ദാവീദ് കാട്ടിയ വൻ ചതി. തെറ്റു മനസ്സിലാക്കിയ ദാവീദ് എന്തു ചെയ്തു? ഉള്ളൊരുകി അനുതപിച്ചു. സോളമൻ ആരാണ്? ദാവീദിന് ബത്ശബയിൽ ജനിച്ച പുത്രനാണ് കിരീടാവകാശിയായി തീർന്ന സോളമൻ. എങ്ങനെയുള്ള ദാവീദിനെയാണ് 2-ാം പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത്? ദൈവഹിതത്തിന് വിരുദ്ധമായി ജനസംഖ്യ എടുത്തതിന് ശിക്ഷയായി വന്ന മഹാമാരിയിൽ നിന്ന് ജനത്തെ രക്ഷിക്കണമേ എന്ന യാചനയുമായി ബലിയർപ്പിക്കുന്ന ദാവീദിനെ. 1 സാമുവേൽ പുസ്തകത്തിൻ്റെ ഘടന എങ്ങനെയാണ്? 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ സാമുവേലിൻ്റെ ബാല്യകാലം, 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ സാമുവേൽ ന്യായാധിപൻ, 8 മുതൽ 12 വരെ സാവൂൾ രാജാവാകുന്നു, 13 മുതൽ 15 വരെ സാവൂളിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ വർഷങ്ങൾ,
16 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളിൽ സാവുളും ദാവീദും, 31 അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെ സാവുളിൻ്റെ അവസാനം. അധ്യായം 1. 1 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 28. 1 അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? സാമുവേലിൻ്റെ ജനനം. എൽക്കാന ഏത് വംശജൻ ആയിരുന്നു? സൂഫ് വംശജൻ. എൽക്കാന ഏത് സ്ഥലത്തു നിന്നുള്ള ആളായിരുന്നു? റാമാത്തായിമിൽ. റാമാത്തായിം എവിടെ ആയിരുന്നു? എഫ്രായിം മലനാട്ടിൽ. എൽക്കാനയുടെ പിതാവ് ആരായിരുന്നു? യെറോഹാം. യെറോഹാം ആരുടെ പുത്രൻ ആയിരുന്നു? എലീഹുവിൻ്റെ. എലീഹു ആരുടെ പുത്രനായിരുന്നു? തോഹുവിൻ്റെ. തോഹു ആരുടെ പുത്രൻ ആയിരുന്നു? സൂഫിൻ്റെ. സൂഫ് എവിടുത്തുകാരൻ ആയിരുന്നു? എഫ്രായിംകാരൻ. യെറോഹാമിൻ്റെ പിതാവ് ആര്? എലീഹു. എലീഹുവിൻ്റെ പിതാവ് ആര്? തോഹു. തോഹുവിൻ്റെ പിതാവ് ആര്? സൂഫ്. 1 വാക്യത്തിൽ എത്ര പേരുകൾ ഉണ്ട്? 5 പേരുകൾ. ഏതെല്ലാം? 1 എൽക്കാന, 2 യെറോഹാം, 3 എലീഹു, 4 തോഹു, 5 സൂഫ്. എൽക്കാനായുടെ 2 ഭാര്യമാർ ആരെല്ലാം? ഹന്നായും പെനീനായും. എൽക്കാനായുടെ ഭാര്യമാരായ ഹന്നായെയും പെനീനായെയും കുറിച്ച് 1:2 പറയുന്നത് എന്ത്? പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. എൽക്കാന വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോയിരുന്നത് എന്തിന്? സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടുത്തേക്ക് ബലിയർപ്പിക്കാനും. ആരെല്ലാമായിരുന്നു ഷീലോയിൽ കർത്താവിൻ്റെ പുരോഹിതന്മാർ? ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനേഹാസും. ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഓഹരി കൊടുത്തിരുന്നത് ആർക്ക്? ഭാര്യ പെനീനായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് എന്തുമാത്രമേ നൽകിയിരുന്നുള്ളൂ? ഒരംശം മാത്രം. അതിന് കാരണം എന്ത്? കർത്താവ് ഹന്നായെ വന്ധ്യയാക്കിയിരുന്നു. അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നത് എന്തിന്? വന്ധ്യത നിമിത്തം. പെനീന എപ്പോഴാണ് ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നത്? ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ. പെനീന പ്രകോപിപ്പിച്ചിരുന്നപ്പോൾ ഹന്ന എന്തു ചെയ്യുമായിരുന്നു? കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചത് എന്ത്? ഹന്ന, നീ എന്തിനാണ് കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിന് ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് ചെയ്തത് എന്ത്? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നു. ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരുന്നത് ആര്? പുരോഹിതനായ ഏലി. 1:10 എഴുതുക. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. 11 വാക്യത്തിൽ ആദ്യം പറയുന്നത് എന്ത്? അവൾ ഒരു നേർച്ച നേർന്നു. 11 വാക്യത്തിൽ ഹന്ന കർത്താവിനെ വിളിക്കുന്നത് എങ്ങനെ? സൈന്യങ്ങളുടെ കർത്താവേ എന്ന്. എന്തു കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ എന്നാണ് പറയുന്നത്. ഈ ദാസിയുടെ സങ്കടം കണ്ട്. ആരെ വിസ്മരിക്കരുതേ എന്നാണ് പറയുന്നത്? അങ്ങയുടെ ദാസിയെ. എനിക്കൊരു പുത്രനെ നൽകിയാൽ എന്തു ചെയ്യും എന്നാണ് ഹന്ന പറയുന്നത്. അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഹന്നായെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ആര്? ഏലി. അവൾ എങ്ങനെ സംസാരിക്കുകയായിരുന്നു? ഹൃദയത്തിൽ. അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നാൻ കാരണമെന്ത്? അവളുടെ അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നതുമില്ല. ഏലി അവളോട് ചോദിച്ചതെന്ത്? എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? എന്ത് അവസാനിപ്പിക്കുക എന്നാണ് ഏലി പറയുന്നത്? നിന്റെ ലഹരി. 1:15 ആരംഭിക്കുന്നത് എങ്ങനെ? ഹന്ന പ്രതിവചിച്ചു. ഹന്ന ഏലിയെ സംബോധന ചെയ്തത് എങ്ങനെ? എൻ്റെ ഗുരു. താൻ എന്ത് അനുഭവിക്കുന്നവളാണ് എന്നാണ് ഹന്ന പറയുന്നത്? വളരെയേറെ മനോവേദന. താൻ എന്ത് കഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്?
വീഞ്ഞോ ലഹരി പാനീയമോ. താൻ എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് ഹന്ന പറയുന്നത്. കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ പകരുകയായിരുന്നു. ഈ ദാസിയെ എങ്ങനെ വിചാരിക്കരുതേ എന്നാണ് പറയുന്നത്. അതപ്പതിച്ച ഒരുവളായി. എന്ത് മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് എന്നാണ് പറയുന്നത്. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലം. എങ്ങനെ പോവുക എന്നാണ് ഏലി ഹന്നായോട് പറഞ്ഞത്. സമാധാനമായി. ആര് നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്നാണ് ഏലി പറയുന്നത്. ഇസ്രയേലിൻ്റെ ദൈവം. 1:18 എങ്ങനെ ആരംഭിക്കുന്നു? അവൾ പ്രതിവചിച്ചു. എന്തു പറഞ്ഞതിന് ശേഷമാണ് ഹന്ന പോയി ഭക്ഷണം കഴിച്ചത്? ഈ ദാസിക്ക് അങ്ങയുടെ കൃപാ കടാക്ഷമുണ്ടാകട്ടെ എന്ന്. 1:18 എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു? പിന്നീടൊരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. 1:19 അനുസരിച്ച് എൽക്കാനയും കുടുംബവും എവിടെയുള്ള ഗൃഹത്തിലേക്കാണ് മടങ്ങിയത്? റാമായിലുള്ള. എന്തു ചെയ്തതിന് ശേഷമാണ് അവർ റാമായിലുള്ള ഗൃഹത്തിലേക്ക് മടങ്ങിയത്? അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം. 19-ാം വാക്യം സമാപിക്കുന്നത് എങ്ങനെ? എൽക്കാന ഹന്നായെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. ഹന്ന ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. എന്ത് പറഞ്ഞുകൊണ്ടാണ് അവൾ അവന് പേരിട്ടത്? ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന്. ഹന്ന പുത്രന് സാമുവൽ എന്ന് പേര് നൽകിയതായി കാണുന്ന വചനം ഏത്? 1:20. 1:21 എന്നാൽ ഹന്ന പോയില്ല എന്ന് കാണുന്നു. എവിടേക്ക് പോയില്ല എന്നാണ് പറയുന്നത്? എൽക്കാന കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള ബലിയർപ്പിക്കാനും നേർച്ച നിറവേറ്റാനും പോയപ്പോൾ. ഭർത്താവിനോട് എന്തു പറഞ്ഞാണ് ഹന്ന പോകാതിരുന്നത്? കുഞ്ഞിൻ്റെ മുലകുടി മാറട്ടെ, അവൻ കർത്തൃസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിന് അപ്പോൾ കൊണ്ടുവന്നു കൊള്ളാം. എൽക്കാനയുടെ മറുപടി എന്തായിരുന്നു? നിന്റെ യുക്തം പോലെ ചെയ്തു കൊള്ളുക, അവൻ്റെ മുലകുടി മാറട്ടെ, കർത്താവിനോടുള്ള വാക്ക് നിറവേറ്റിയാൽ മതി. 2:23 എങ്ങനെ അവസാനിക്കുന്നു? അങ്ങനെ അവൾ കുഞ്ഞിൻ്റെ മുലകുടി മാറുന്നതുവരെ വീട്ടിൽ താമസിച്ചു. ബാലനായ സാമുവലിനെ ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്തെല്ലാമാണ് കൂടെ കൊണ്ടുവന്നത്? 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, 1 ഏഫാ മാവ്, 1 കുടം വീഞ്ഞ്. 1:25 അവർ ബലിയർപ്പിച്ചത് എന്ത്? കാളക്കുട്ടിയെ. കാളക്കുട്ടിയെ ബലിയർപ്പിച്ചതിന് ശേഷം ശിശുവിനെ എവിടെ കൊണ്ടുവന്നു? ഏലിയുടെ അടുക്കൽ. ഏലിയെ 1:26 ഹന്ന സംബോധന ചെയ്യുന്നത് എങ്ങനെ? ഗുരു എന്ന്. 1:15 എൻ്റെ ഗുരു എന്ന്. ഏലിയോട് 1:26 ഹന്ന പറയുന്നത് എന്താണ്? ഇവിടെ അങ്ങയുടെ മുൻപിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. താൻ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എന്നാണ് ഹന്ന 1:27 പറയുന്നത്? ഈ കുഞ്ഞിനു വേണ്ടി. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. തുടർന്ന് പറയുന്നത് എന്ത്? എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആകയാൽ താൻ എന്തു ചെയ്തിരിക്കുന്നു എന്നാണ് ഹന്ന പറയുന്നത്? അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. അവൻ കർത്താവിനുള്ളവനായിരിക്കും എന്നുവരെ. ആജീവനാന്തം. 1-ാം അധ്യായം എങ്ങനെ സമാപിക്കുന്നു? അവർ കർത്താവിനെ ആരാധിച്ചു. തോഹു എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? രൂപരഹിതം. ഫിനേഹാസ് എന്ന പേരിൻ്റെ അർത്ഥം എന്ത്? സമർപ്പിതൻ, അർപ്പണബോധം ഉള്ളവൻ. 1-ാം അധ്യായത്തിൽ കാണുന്ന ചോദ്യങ്ങൾ ഏവ? 1. ഹന്ന എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? 2. എന്തിനു ദുഃഖിക്കുന്നു? 3. ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? 4. എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? അധ്യായം 2. 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 36. 2-ാം അധ്യായത്തിൻ്റെ ശീർഷകങ്ങൾ ഏവ? 1. ഹന്നായുടെ കീർത്തനം. 2. ഏലിയുടെ പുത്രന്മാർ. ഹന്നായുടെ കീർത്തനം എങ്ങനെ ആരംഭിക്കുന്നു? ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഹന്ന എന്ന പേരിൻ്റെ അർത്ഥം എന്ത്? ആനുകൂല്യം, കൃപ. ഇത് ഒരു ഹെബ്രായ നാമമാണ്. എൻ്റെ ഡാഷ് കർത്താവിൽ ആനന്ദിക്കുന്നു. 2:1 അനുസരിച്ച് പൂരിപ്പിക്കുക. ഹൃദയം. എന്ത് എവിടെ ഉയർന്നിരിക്കുന്നുവെന്നാണ് 2:1 ഹന്ന പറയുന്നത്?
എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. ഹന്നായുടെ അധരം ആരെയാണ് പരിഹസിക്കുന്നത്? ശത്രുക്കളെ. എന്തെന്നാൽ ഡാഷ് ഞാൻ ആനന്ദിക്കുന്നു. 2:1 പൂരിപ്പിക്കുക. അവിടുത്തെ രക്ഷയിൽ. ആരെപ്പോലെ പരിശുദ്ധനായി മറ്റാരുമില്ലെന്നാണ് 2:2 പറയുന്നത്. കർത്താവിനെ പോലെ. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല. തുടർന്ന് പറയുന്ന വചനം ഏത്? കർത്താവല്ലാതെ മറ്റാരുമില്ല. ആരെപ്പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ദൈവത്തെ പോലെ. എങ്ങനെ മേലിൽ സംസാരിക്കരുത് എന്നാണ് 2:3 പറയുന്നത്. അഹന്തയോടെ. നിന്റെ നാവിൽ നിന്ന് എന്ത് പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് 2:3 പറയുന്നത്. ഗർവ്. കർത്താവ് എങ്ങനെയുള്ള ദൈവമാണ്? സർവജ്ഞനായ ദൈവം. 2:3 അനുസരിച്ച് കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം എന്ത്? പ്രവർത്തികളെ വിലയിരുത്തുന്നു. 2:4 അനുസരിച്ച് തകരുന്നത് എന്ത്? വീരന്മാരുടെ വില്ലുകൾ. ആരാകട്ടെ ശക്തി പ്രാപിക്കുന്നു എന്നാണ് 2:4 പറയുന്നത്. ബലഹീനരാകട്ടെ. ആര് ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു എന്നാണ് പറയുന്നത്? സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ. ആര് സംതൃപ്തി അടയുന്നു എന്നാണ് പറയുന്നത്? വിശപ്പ് അനുഭവിച്ചിരുന്നവർ. ആര് 7 പ്രസവിക്കുന്നു എന്നാണ് പറയുന്നത്? വന്ധ്യ. ആര് നിരാലംബയാകുന്നു എന്നാണ് പറയുന്നത്? സന്താന സമ്പത്തുള്ളവൾ. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ എന്തു ചെയ്യുന്നതായാണ് 2:5 കാണുന്നത്? ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു. വിശപ്പ് അനുഭവിച്ചിരുന്നവർ എന്തു ചെയ്യുന്നതായാണ് 2:5 കാണുന്നത്? സംതൃപ്തി അടയുന്നു. വന്ധ്യ എന്തു ചെയ്യുന്നു എന്നാണ് 2:5 പറയുന്നത്? 7 പ്രസവിക്കുന്നു. സന്താന സമ്പത്തുള്ളവൾക്ക് എന്ത് സംഭവിക്കുന്നു? നിരാലംബയാകുന്നു. 2:6 അനുസരിച്ച് കർത്താവ് എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് എന്ത്? ജീവൻ. അവിടുന്ന് എവിടേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു എന്നാണ് 2:6 പറയുന്നത്? പാതാളത്തിലേക്ക്. 2:7 അനുസരിച്ച് കർത്താവ് ചെയ്യുന്ന 2 കാര്യങ്ങൾ ഏവ? 1 ധനികനും ദരിദ്രനും ആക്കുന്നു. 2 താഴ്ത്തുന്നു ഉയർത്തുന്നു. അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നത് ആരെ? ദരിദ്രനെ. അവിടുന്ന് കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നത് ആരെ? അഗതിയെ. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി. ആരെ? ദരിദ്രനെയും അഗതിയെയും. ആരെ ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു എന്നാണ് പറയുന്നത്? ദരിദ്രനെയും അഗതിയെയും. 2:8 കർത്താവിൻ്റേതാണ് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഭൂമിയുടെ അടിത്തൂണുകളെക്കുറിച്ച്. അതിന്മേൽ ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. ഏതിന്മേൽ? ഭൂമിയുടെ അടിത്തൂണുകളിന്മേൽ. അവിടുന്ന് ദരിദ്രനെ എവിടെ നിന്നാണ് ഉയർത്തുന്നത്? ധൂളിയിൽ നിന്ന്. അവിടുന്ന് അഗതിയെ എവിടെ നിന്നാണ് സമുദ്ധരിക്കുന്നത്? കുപ്പയിൽ നിന്ന്. അവിടുന്ന് ദരിദ്രനെയും അഗതിയെയും ആരോടൊപ്പമാണ് ഇരുത്തിയത്? പ്രഭുക്കന്മാരോടൊപ്പം. അവിടുന്ന് ദരിദ്രനെയും അഗതിയെയും എന്തിന് അവകാശികളാക്കുന്നു? ഉന്നത സ്ഥാനങ്ങൾക്ക്. ഭൂമിയുടെ അടിത്തൂണുകൾ ആരുടേതാണ്? കർത്താവിൻ്റേത്. ഭൂമിയുടെ അടിത്തൂണുകളിൽ ഉറപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ലോകത്തെ. ആരുടെ പാദങ്ങളെയാണ് അവിടുന്ന് കാക്കുന്നത്? തൻ്റെ വിശ്വസ്തരുടെ. അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത് ആര്? ദുഷ്ടന്മാർ. എന്തിനാൽ ആരും പ്രബലനാകുന്നില്ല എന്നാണ് പറയുന്നത്? ശക്തിയാൽ. ദുഷ്ടന്മാർ ഉപേക്ഷിക്കപ്പെടുന്നത് എവിടേക്ക്? അന്ധകാരത്തിലേക്ക്. ശക്തിയാൽ എന്തു സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്? ആരും പ്രബലനാകുന്നില്ല. കർത്താവ് ആരെയാണ് ഛിന്ന ഭിന്നമാക്കുന്നത്? പ്രതിയോഗികളെ. ആർക്കെതിരെയാണ് കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കുന്നത്? പ്രതിയോഗികൾക്കെതിരെ. 2:10 അനുസരിച്ച് അവിടുന്ന് ഭൂമിയെ മുഴുവൻ എന്തു ചെയ്യും? വിധിക്കും. അവിടുന്ന് ആർക്ക് ശക്തി കൊടുക്കുമെന്നാണ് 2:10 പറയുന്നത്? തൻ്റെ രാജാവിന്. അവിടുന്ന് ആരുടെ ശിരസാണ് ഉയരുമാറാക്കുന്നത്? തൻ്റെ അഭിഷിക്തൻ്റെ. കർത്താവ് പ്രതിയോഗികളെ എന്തു ചെയ്യുന്നു? ഛിന്ന ഭിന്നമാക്കുന്നു. പ്രതിയോഗികൾക്കെതിരെ കർത്താവ് ചെയ്യുന്നത് എന്ത്? ആകാശത്തിൽ ഇടിമുഴക്കുന്നു. 2:10 അനുസരിച്ച് കർത്താവ് വിധിക്കുന്നത് എന്തിനെയാണ്? ഭൂമിയെ മുഴുവൻ. 2:10 അനുസരിച്ച് കർത്താവ് രാജാവിന് കൊടുക്കുന്നത് എന്ത്? ശക്തി. അവിടുന്ന് തൻ്റെ അഭിഷിക്തനെ എങ്ങനെയാക്കും?
തൻ്റെ അഭിഷിക്തൻ്റെ ശിരസുയരുമാറാകും. ഹന്നായുടെ കീർത്തനത്തിന് ശേഷം എൽക്കാന മടങ്ങിയത് എവിടേക്ക്? റാമായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക്. 2:11 1:19 കാണുന്ന സ്ഥലം ഏത്? റാമ. ബാലനായ സാമുവേൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത്? പുരോഹിതനായ ഏലിയുടെ. 2-ാം അധ്യായത്തിൻ്റെ 2-ാം ശീർഷകം എന്ത്? ഏലിയുടെ പുത്രന്മാർ. ഏലിയുടെ പുത്രന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരും ആയിരുന്നു. 2:12 കാണുന്ന ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരും ആര്? ഏലിയുടെ പുത്രന്മാർ. പുരോഹിതന്മാർക്ക് വിഹിതം ലഭിക്കേണ്ടത് ആരിൽ നിന്നാണ്? ജനങ്ങളിൽ നിന്ന്. ഏലിയുടെ പുത്രന്മാർ മാനിക്കാതിരുന്ന നിയമം എന്ത്? ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം. എന്ത് പാകം ചെയ്യുന്ന കാര്യമാണ് 2:14 പറയുന്നത്? ബലിയർപ്പിക്കുന്ന മാംസം. പാത്രത്തിൽ നിന്ന് പാകം ചെയ്യുന്ന മാംസം എടുത്തിരുന്നത് ആര്? പുരോഹിതൻ്റെ ഭൃത്യൻ. ആർക്ക് വേണ്ടിയാണ് അത് എടുത്തിരുന്നത്? പുരോഹിതനു വേണ്ടി. ആരോടെല്ലാമാണ് അവർ ഇപ്രകാരം പ്രവർത്തിച്ചിരുന്നത്? ഷീലോയിൽ വന്നിരുന്ന ഇസ്രായേൽക്കാരോടെല്ലാം. ഷീലോയിൽ വന്നിരുന്ന ഇസ്രായേൽക്കാരോടെല്ലാം ഏലിയുടെ പുത്രന്മാർ പ്രവർത്തിച്ചിരുന്നത് എങ്ങനെ? ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതൻ്റെ ഭൃത്യൻ പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതന് വേണ്ടി എടുത്തിരുന്നു. മേധസ് ദഹിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ബലിയർപ്പിക്കുന്നവനോട് പുരോഹിതൻ്റെ ഭൃത്യൻ വന്ന് പറയുന്നത് എന്താണ്? പുരോഹിതന് വേണ്ടി പാകം ചെയ്യാൻ കുറേ മാംസം തരിക. പച്ച മാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം സ്വീകരിക്കുകയില്ല. ആദ്യം മേധസ് ദഹിപ്പിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എന്ന് തടസ്സം പറഞ്ഞാൽ പുരോഹിതൻ്റെ ഭൃത്യൻ പറയുന്ന മറുപടി എന്ത്? പോരാ, ഇപ്പോൾ തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ച് എടുക്കും. 2:17 അനുസരിച്ച് ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നത് എന്ത്? ഏലിയുടെ പുത്രന്മാരുടെ പാപം. ഏലിയുടെ പുത്രന്മാർ അശ്രദ്ധയോടെ വീക്ഷിച്ചത് എന്തിനെയാണ്? കർത്താവിനുള്ള അർച്ചനയെ. ഏലിയുടെ പുത്രന്മാരുടെ പാപത്തെക്കുറിച്ച് 2:17 പറയുന്നത് എന്ത്? ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു. കർത്താവിനുള്ള അർച്ചനയെ ഏലിയുടെ പുത്രന്മാർ വീക്ഷിച്ചത് എങ്ങനെ? അശ്രദ്ധയോടെ. 2:18 കർത്താവിന് ആര് ശുശ്രൂഷ ചെയ്തു പോന്ന കാര്യമാണ് പറയുന്നത്? ബാലനായ സാമുവൽ. ബാലനായ സാമുവൽ ധരിച്ചിരുന്നത് എന്ത്? ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം. 2:19 സാമുവലിൻ്റെ അമ്മ അവന് എന്ത് ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്? ചെറിയ ഉടുപ്പ്. എപ്പോഴാണ് സാമുവലിൻ്റെ അമ്മ ചെറിയ ഉടുപ്പുണ്ടാക്കി അവന് കൊടുത്തത്? ബലിയർപ്പിക്കാൻ ഭർത്താവിനോടൊത്ത് വർഷം തോറും പോകുമ്പോൾ. എൽക്കാനയെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചിരുന്നത് എങ്ങനെ? കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന്. അനുഗ്രഹം ലഭിച്ച ശേഷം അവർ എന്തു ചെയ്തിരുന്നു? പിന്നീട് അവർ വീട്ടിലേക്ക് പോകും. 2:20 സാമുവലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? കർത്താവിന് സമർപ്പിച്ച കുട്ടി. ആരെ കടാക്ഷിച്ചു എന്നാണ് 2:21 പറയുന്നത്? കർത്താവ് ഹന്നായെ കടാക്ഷിച്ചു. ഹന്നായ്ക്ക് എത്ര പുത്രന്മാരും പുത്രികളും കൂടെ ഉണ്ടായി? 3 പുത്രന്മാരും 2 പുത്രികളും. 2:21 സാമുവലിനെക്കുറിച്ച് പറയുന്നത് എന്ത്? ബാലനായ സാമുവലാകട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ വളർന്നു വന്നു. 2:22 എങ്ങനെ തുടങ്ങുന്നു? ഏലി വൃദ്ധനായി. വൃദ്ധനായ ഏലി കേട്ടത് എന്ത്? തൻ്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതല്ല. അവൻ അറിഞ്ഞത് എന്ത്? സമാഗമ കൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊപ്പം തൻ്റെ പുത്രന്മാർ ശയിച്ചിരുന്ന വിവരം. ഏലി പുത്രന്മാരോട് 2:23 ചോദിക്കുന്നത് എന്ത്? എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? താൻ എന്തു കേൾക്കുന്നു എന്നാണ് ഏലി 2:22 പറയുന്നത്. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെപ്പറ്റി ഓരോരുത്തർ പറയുന്നത്. 2:24 ഏലി പുത്രന്മാരെ സംബോധന ചെയ്യുന്നത് എങ്ങനെ? മക്കളെ എന്ന്. മക്കളെ എന്ന് വിളിച്ച ശേഷം ഏലി ആദ്യം പറയുന്നത് എന്ത്? മേലാൽ അങ്ങനെ ചെയ്യരുത്. ഏത് കാര്യങ്ങളാണ് തീരെ നന്നല്ല എന്ന് ഏലി പറയുന്നത്?
നിങ്ങളെപ്പറ്റി ദൈവജനം പറഞ്ഞ് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ. ദൈവം അവനു വേണ്ടി മാധ്യസ്ഥം വഹിക്കും. എപ്പോൾ? മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്യുമ്പോൾ. 2:25 ഏലി പുത്രന്മാരോട് ചോദിക്കുന്ന ചോദ്യം എന്ത്? കർത്താവിനോട് പാപം ചെയ്താൽ ആർ മാധ്യസ്ഥം വഹിക്കും? ഏലിയുടെ പുത്രന്മാർ പിതാവിൻ്റെ വാക്കു കേട്ടില്ല. കാരണം എന്ത്? അവരെ നശിപ്പിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. ബാലനായ സാമുവേൽ വളർന്നു വന്നത് എങ്ങനെ? കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ. 2:27 ഏലിയുടെ അടുക്കൽ വന്നത് ആര്? കർത്താവ് അയച്ച ഒരാൾ. ഏലിയുടെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ താൻ എന്തു ചെയ്തു എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി. ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും കർത്താവ് ഏലിയുടെ കുടുംബത്തെ പുരോഹിതരായി തിരഞ്ഞെടുത്തത് എന്തിനെല്ലാം വേണ്ടിയാണ്? 1. കർത്താവിൻ്റെ ബലിപീഠത്തെ സമീപിക്കാൻ. 2. ധൂപാർപ്പണം നടത്താൻ. 3. കർത്താവിൻ്റെ മുൻപിൽ എഫോദ് ധരിക്കാൻ. നിന്റെ പിതൃഭവനത്തിന് ഞാൻ കൊടുത്തു. എന്തു കൊടുത്ത കാര്യമാണ് പറയുന്നത്? ഇസ്രായേൽ മക്കൾ ദഹനബലിക്ക് അർപ്പിച്ചതല്ല. കർത്താവിന് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ബലികളെയും കാഴ്ചകളെയും ഏലി എങ്ങനെ നോക്കുന്നു എന്നാണ് 2:29 കർത്താവ് പറയുന്നത്. ആർത്തിയോടെ. നിങ്ങൾ എന്ത് തിന്നു കൊഴുത്തു എന്നാണ് കർത്താവ് പറയുന്നത്. എൻ്റെ ജനം എനിക്കർപ്പിക്കുന്ന സകല ബലികളുടെയും വിശിഷ്ട ഭാഗം. കർത്താവിനേക്കാൾ കൂടുതൽ ആരെ ഏലി ബഹുമാനിക്കുന്നു എന്നാണ് 2:29 പറയുന്നത്. മക്കളെ. ആര് അരുളി ചെയ്യുന്നു എന്നാണ് 2:30 കാണുന്നത്. ഇസ്രായേലിൻ്റെ ദൈവം. 2:30 1:17 ഉള്ള സാമ്യം എന്ത്? ഇസ്രായേലിൻ്റെ ദൈവം എന്ന വാക്ക്. താൻ എന്ത് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് 2:30 പറയുന്നത്. നിൻ്റെയും നിൻ്റെ പിതാവിൻ്റെയും കുടുംബം നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യും എന്ന്. ഇപ്പോൾ കർത്താവായ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇനി അങ്ങനെ ആയിരിക്കുകയില്ല. എങ്ങനെ ആയിരിക്കും? എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. നിൻ്റെയും നിൻ്റെ പിതൃകുടുംബത്തിൻ്റെയും ശക്തി ഞാൻ എങ്ങനെ ക്ഷയിപ്പിക്കുന്ന ദിവസം ഇതാ അടുത്തിരിക്കുന്നു എന്നാണ് 2:31 പറയുന്നത്. വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം. നിങ്ങൾ എങ്ങനെ അസ്വസ്ഥരും അസൂയാലുക്കളുമാകും എന്നാണ് 2:32 കാണുന്നത്. ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നിന്റെ കുടുംബത്തിൽ എങ്ങനെയുള്ളവരായി മേലിൽ ആരും ഉണ്ടാവുകയില്ല എന്നാണ് 2:32 പറയുന്നത്. പ്രായം ചെന്നവരായി. നിങ്ങളിൽ ഒരുവനെ ഞാൻ എന്തു ചെയ്യുകയില്ല എന്നാണ് 2:33 പറയുന്നത്. എൻ്റെ ബലിപീഠത്തിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കുകയില്ല. എങ്ങനെ അവൻ്റെ കാഴ്ച മങ്ങുകയും ഹൃദയം ഉരുകുകയും ചെയ്യും എന്നാണ് 2:33 പറയുന്നത്. കണ്ണീരുകൊണ്ട്. 2:33 എന്ത് പറഞ്ഞ് അവസാനിക്കുന്നു? നിന്റെ സന്താനങ്ങൾ വാളിനിരയാകും. 2:34 കർത്താവ് പറയുന്നത് എന്ത്? നിന്റെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനേഹാസും ഒരേ ദിവസം തന്നെ മരിക്കും. 2:35 എങ്ങനെ ആരംഭിക്കുന്നു? ഇത് നിനക്ക് ഒരടയാളമായിരിക്കും. എനിക്ക് വേണ്ടി ഞാൻ ആരെ തിരഞ്ഞെടുക്കുമെന്നാണ് പറയുന്നത്? വിശ്വസ്തനായ ഒരു പുരോഹിതനെ. അവൻ എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്? എൻ്റെ ഹൃദയാഭിലാഷം അനുസരിച്ച്. എന്ത് നിലനിർത്തും എന്നാണ് പറയുന്നത്? അവൻ്റെ കുടുംബം. അവൻ നിത്യവും എവിടെ ശുശ്രൂഷ ചെയ്യും? എൻ്റെ അഭിഷിക്തൻ്റെ സന്നിധിയിൽ. കർത്താവ് തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതനോട് ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവർ എന്തിനു വേണ്ടി യാചിക്കും? 1 വെള്ളിക്കാശിനും 1 കഷണം അപ്പത്തിനും. അവർ അവനോട് യാചിച്ചുകൊണ്ട് എന്തു പറയും? 1 കഷണം അപ്പം ലഭിക്കേണ്ടതിന് എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമേ എന്ന്. ഈ അദ്ധ്യായത്തിൽ സമാഗമ കൂടാരത്തെക്കുറിച്ച് സൂചനയുള്ള വചനം ഏത്? 2:22. ദൈവജനം എന്ന് കാണുന്നത് എവിടെ? 2:24. 2-ാം അധ്യായത്തിൽ കാണുന്ന ചോദ്യങ്ങൾ ഏവ? 1. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? 2. കർത്താവിനോട് പാപം ചെയ്താൽ ആർ മാധ്യസ്ഥം വഹിക്കും? 3. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്കർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ബലികളെയും കാഴ്ചകളെയും നീ ആർത്തിയോടെ നോക്കുന്നത്? 4. എന്നേക്കാൾ കൂടുതൽ നിന്റെ മക്കളെ നീ ബഹുമാനിക്കുന്നതെന്ത്? അധ്യായം 3.
മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 21. അധ്യായം 3 ശീർഷകം എന്ത്? സാമുവേലിനെ വിളിക്കുന്നു. ആരുടെ സാന്നിധ്യത്തിലാണ് ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തത്? ഏലിയുടെ. അക്കാലത്തിൻ്റെ സവിശേഷത എന്തായിരുന്നു? അക്കാലത്ത് കർത്താവിൻ്റെ അരുളപ്പാട് ചുരുക്കമായിട്ട് ലഭിച്ചിരുന്നുള്ളൂ. ദർശനങ്ങൾ വിരളമായിരുന്നു. 3:2 എഴുതുക. ഏലി ഒരു ദിവസം തൻ്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവന് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. ഏത് ദീപം അണഞ്ഞിരുന്നില്ല എന്നാണ് 3:3 കാണുന്നത്. ദൈവത്തിൻ്റെ മുൻപിലെ ദീപം. സാമുവേൽ എവിടെ കിടക്കുകയായിരുന്നു? ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ. 3:4 എഴുതുക. അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു. കർത്താവ് സാമുവേലിനെ വിളിച്ചത് എങ്ങനെ? സാമുവേൽ സാമുവേൽ. സാമുവേൽ വിളി കേട്ടത് എങ്ങനെ? ഞാൻ ഇതാ. വിളി കേട്ട സാമുവേൽ എവിടേക്ക് ഓടി? ഏലിയുടെ അടുക്കലേക്ക്. സാമുവേൽ 3:5 ഏലിയോട് പറഞ്ഞതെന്ത്? അങ്ങ് എന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. ഏലി 3:5 പറയുന്നത് എന്ത്? ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. ഏലിയുടെ മറുപടി കേട്ട സാമുവേൽ എന്തു ചെയ്തു? പോയി കിടന്നു. 3:6 കർത്താവ് സാമുവേലിനെ വിളിച്ചത് എങ്ങനെ? സാമുവേൽ. കർത്താവിൻ്റെ വിളി കേട്ട സാമുവേൽ 3:6 ചെയ്തത് എന്ത്? അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, അങ്ങെന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. 3:6 ഏലിയുടെ മറുപടി എന്ത്? മകനെ, നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. കർത്താവാണ് തന്നെ വിളിച്ചതെന്ന് സാമുവേൽ അറിഞ്ഞില്ല. കാരണം എന്ത്? അതുവരെ കർത്താവിൻ്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. 3:8 എങ്ങനെ തുടങ്ങുന്നു? മൂന്നാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചു. മൂന്നാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞത് എന്ത്? അങ്ങെന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. മൂന്നാമതും സാമുവേൽ വന്നപ്പോൾ ഏലിക്ക് മനസ്സിലായത് എന്ത്? കർത്താവാണ് ബാലനെ വിളിച്ചത് എന്ന്. 3:9 ഏലി സാമുവേലിനോട് പറയുന്നത് എന്ത്? പോയി കിടന്നുകൊള്ളുക. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രമിക്കുന്നു എന്ന് പറയണം. 3:9 ഏലിയുടെ മറുപടി കേട്ട സാമുവേൽ എന്ത് ചെയ്തു? പോയി കിടന്നു. കർത്താവ് വന്നു നിന്ന് മുൻപിലത്തേതുപോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചപ്പോൾ സാമുവേൽ പ്രതിവചിച്ചത് എന്ത്? അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. താൻ എന്തു ചെയ്യാൻ പോവുകയാണെന്നാണ് കർത്താവ് സാമുവേലിനോട് പറയുന്നത്. ഇസ്രായേൽ ജനതയോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അത് കേൾക്കുന്നവന് എന്ത് സംഭവിക്കും? ഇരു ചെവികളും തരിച്ചു പോകും. എന്ത് താൻ ആദ്യന്തം നിർവഹിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ഏലിയുടെ കുടുംബത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം. എന്തുകൊണ്ട് കർത്താവ് ഏലിയുടെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണ് എന്നാണ് 3:13 പറയുന്നത്. മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞതുമൂലം. 3:14 കാണുന്ന കർത്താവിൻ്റെ ശപഥം എന്ത്? ഏലി കുടുംബത്തിൻ്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ല എന്ന്. പ്രഭാതം വരെ കിടന്ന സാമുവേൽ പിന്നീട് ചെയ്തതെന്ത്? കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്നു. ഏത് കാര്യത്തിനാണ് 3:15 സാമുവേൽ ഭയപ്പെട്ടത്? തനിക്കുണ്ടായ ദർശനം ഏലിയോട് പറയാൻ. 3:16 സാമുവേലിനെ വിളിച്ചതാര്? വിളിച്ചത് എങ്ങനെ? മകനെ സാമുവേൽ എന്ന് ഏലി വിളിച്ചു. 3:16 സാമുവേൽ വിളി കേട്ടത് എങ്ങനെ? ഞാനിതാ. 3:17 ഏലി സാമുവേലിനോട് ചോദിച്ചത് എന്ത്? അവിടുന്ന് എന്താണ് നിന്നോട് പറഞ്ഞത്? എങ്ങനെയെങ്കിൽ ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ എന്നാണ് ഏലി പറയുന്നത്. അവിടുന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ എന്ന്. സാമുവേൽ ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം ഏലിയോട് പറഞ്ഞപ്പോൾ ഏലി പറഞ്ഞത് എന്ത്? അത് കർത്താവാണ്, അവിടുത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. 3:19 എങ്ങനെ ആരംഭിക്കുന്നു? സാമുവേൽ വളർന്നു വന്നു. ആര് സാമുവേലിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് 3:19 കാണുന്നത്? കർത്താവ്. അവിടുന്ന് എന്തിനെ ഇടവരുത്തിയില്ല എന്നാണ് പറയുന്നത്.
അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ. ദാൻ മുതൽ ബേർഷബ വരെയുള്ള ജനം മുഴുവൻ അറിഞ്ഞത് എന്ത്? സാമുവൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്ന്. കർത്താവ് സാമുവലിന് ദർശനം നൽകിയത് എവിടെ വെച്ച്? ഷീലോയിൽ വെച്ച്. അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ച് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് എവിടെ വെച്ച്? ഷീലോയിൽ വെച്ച്. കർത്താവ് സാമുവേലിന് ദർശനം നൽകിയ ഷീലോയിൽ വെച്ച് സംഭവിച്ച ഏത് കാര്യമാണ് 3:21 കാണുന്നത്? അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ച് തന്നെ തന്നെ വെളിപ്പെടുത്തി. 3-ാം അധ്യായത്തിൽ കാണുന്ന ചോദ്യം എന്ത്? അവിടുന്ന് എന്താണ് നിന്നോട് പറഞ്ഞത്? അധ്യായം 4. 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 22 വാക്യങ്ങൾ. 4-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു. സാമുവേലിൻ്റെ വാക്കിനെക്കുറിച്ച് 4:1 പറയുന്നത് എന്ത്? സാമുവേലിൻ്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു. അക്കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആര്? ഫിലിസ്ത്യർ. ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു? ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധമായി. ഇസ്രായേൽ പാളയമടിച്ചത് എവിടെ? എബനേസറിൽ. ഫിലിസ്ത്യർ പാളയമടിച്ചത് എവിടെ? ആഫെക്കിൽ. ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ അണിനിരന്നപ്പോൾ സംഭവിച്ചതെന്ത്? യുദ്ധത്തിൽ ഇസ്രായേല്യർ പരാജയപ്പെട്ടു. യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ ഫിലിസ്ത്യർ വധിച്ചത് ആരെയല്ല? 4000-ഓളം ആളുകളെ. ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ചോദിച്ചതെന്ത്? ഫിലിസ്ത്യർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറയുന്നത്. നമുക്ക് ഷീലോയിൽ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം. ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നാൽ കർത്താവ് എന്ത് ചെയ്യും എന്നാണ് ശ്രേഷ്ഠന്മാർ പറയുന്നത്. അവിടുന്ന് നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും. 4:3 ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നാൽ കർത്താവ് നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും എന്ന് കാണുന്നു. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചതായി കാണുന്ന വചനഭാഗം ഏത്? സംഖ്യ 10:35. അവർ ഷീലോയിലേക്ക് ആളയച്ച് കൊണ്ടുവന്നത് എന്ത്? കെരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം. കെരൂബുകളുടെ നടുവിൽ നിന്ന് കർത്താവ് സംസാരിക്കും എന്ന് പറയുന്ന പഴയ നിയമഭാഗം ഏത്? പുറപ്പാട് 25:22. ഷീലോയിൽ നിന്ന് കർത്താവിൻ്റെ പേടകത്തോടൊപ്പം ഉണ്ടായിരുന്നത് ആര്? ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും. ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചത് എപ്പോൾ? കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ. അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. എന്ത്? ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്ത് വിളിച്ചത്. 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം എന്ത്? വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു. ആ ശബ്ദം ഫിലിസ്ത്യർ കേട്ടു. ശബ്ദം ഏത്? ഇസ്രായേലിൻ്റെ ആർത്തു വിളിയുടെ ശബ്ദം. ഫിലിസ്ത്യർ തിരക്കിയത് എന്ത്? ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്രാട്ടഹാസത്തിൻ്റെ സൂചന എന്ത് എന്ന്. അവർ മനസ്സിലാക്കിയതെന്ത്? കർത്താവിൻ്റെ പേടകം കൂടാരത്തിലെത്തി എന്ന്. ഭയചകിതരായ ഫിലിസ്ത്യർ പറഞ്ഞതെന്ത്? പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട്, നമ്മൾ നശിച്ചു, മുൻപൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല. 4:8 ഫിലിസ്ത്യർ ചോദിക്കുന്നത് എന്ത്? ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആർ നമ്മെ രക്ഷിക്കും? ദേവന്മാരെക്കുറിച്ച് 4:8 ഫിലിസ്ത്യർ പറയുന്നത് എന്ത്? മരുഭൂമിയിൽ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണവർ. നിങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യുവിൻ എന്നാണ് ഫിലിസ്ത്യർ പറയുന്നത്. ധീരതയോടും പൗരുഷത്തോടും കൂടെ. ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഹെബ്രായർ നമുക്ക് അടിമകളായിരുന്നതുപോലെ നാം അവർക്ക് അടിമകളാകേണ്ടി വരും. അതുകൊണ്ട് എന്തു ചെയ്യുവിൻ എന്നാണ് പറയുന്നത്. പൗരുഷത്തോടെ പൊരുതുവിൻ. ഫിലിസ്ത്യർ യുദ്ധം ചെയ്തു. തുടർന്ന് കാണുന്നത് എന്ത്? ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു. എന്തു നടന്നുവെന്നാണ് 4:10 പറയുന്നത്. വലിയൊരു നരവേട്ട. എത്ര പേർ നിലം പതിച്ചു എന്നാണ് 4:10 കാണുന്നത്. 30,000 പടയാളികൾ. 4:11 ശത്രുക്കൾ കൈവശപ്പെടുത്തിയത് എന്ത്?
ദൈവത്തിൻ്റെ പേടകം. 4:11 വധിക്കപ്പെടുന്നത് ആരെല്ലാം? ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും. ഏത് ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് അന്ന് തന്നെ യുദ്ധരംഗത്ത് നിന്ന് ഓടി ഷീലോയിൽ എത്തിയത്? ബെഞ്ചമിൻ ഗോത്രജൻ. യുദ്ധരംഗത്ത് നിന്നോടിയ ബെഞ്ചമിൻ ഗോത്രജൻ ഷീലോയിലെത്തി എന്തു ചെയ്തു? വസ്ത്രം വലിച്ചു കീറുകയും തലയിൽ പൂഴി വിതറുകയും ചെയ്തു. ബെഞ്ചമിൻ ഗോത്രജൻ ഷീലോയിൽ എത്തിയപ്പോൾ ഏലി എന്തു ചെയ്യുകയായിരുന്നു? വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. ഏലി എന്തിനെക്കുറിച്ച് ആകുല ചിത്തനായിരുന്നു? ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച്. പട്ടണവാസികൾ മുറവിളി കൂട്ടിയത് എപ്പോൾ? പട്ടണത്തിലെത്തി ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ. 4:14 പട്ടണവാസികളുടെ മുറവിളി കേട്ടത് ആര്? ഏലി. അവൻ ആരാഞ്ഞത് എന്ത്? എന്താണ് ഈ മുറവിളി എന്ന്? ഏലിയുടെ അടുത്തേക്ക് ഓടി വന്ന് സംസാരിച്ചത് ആര്? ദൂതൻ. ഏലിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 98. 98 വയസ്സുള്ള ഏലിയുടെ അവസ്ഥയെക്കുറിച്ച് 4:15 പറയുന്നത് എന്ത്? അവൻ മിക്കവാറും അന്ധനുമായിരുന്നു. 4:16 ദൂതൻ പറയുന്നത് എന്ത്? ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഇവിടെ എത്തിയതാണ്. ദൂതനോട് ഏലി ചോദിച്ചത് എന്ത്? മകനെ എന്ത് സംഭവിച്ചു എന്ന്. മകനെ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് 4:17 ദൂതൻ എത്ര കാര്യങ്ങൾ മറുപടിയായി പറയുന്നു? 5 കാര്യങ്ങൾ പറയുന്നു. 4:17 ദൂതൻ പറയുന്ന ഒന്നാമത്തെ വാർത്ത എന്ത്? ഇസ്രായേൽ ഫിലിസ്ത്യരോട് തോറ്റോടി. രണ്ടാമത്തെ വാർത്ത എന്ത്? ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു. മൂന്നാമത്തെ വാർത്ത എന്ത്? അത് ഭയങ്കരമായ ഒരു പരാജയമായിരുന്നു. നാലാമത് പറയുന്നത് എന്ത്? അങ്ങയുടെ പുത്രനായ ഹോഫ്നിയെയും ഫിനെഹാസിനെയും വധിച്ചു. അഞ്ചാമത് പറയുന്നത് എന്ത്? ദൈവത്തിൻ്റെ പേടകം അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു. ദൈവത്തിൻ്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ സംഭവിച്ചതെന്ത്? ഏലി വാതിൽപ്പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് പിറകോട്ട് മറിഞ്ഞു. വൃദ്ധനും ക്ഷീണിതനുമായ ഏലി എങ്ങനെയാണ് മരിച്ചത്? കഴുത്തൊടിഞ്ഞു മരിച്ചു. ഏലി എത്ര വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? 40 വർഷം. 4:11 പ്രസവ സമയം അടുത്തിരുന്നതായി കാണുന്നത് ആർക്ക്? ഫിനെഹാസിൻ്റെ ഭാര്യയ്ക്ക്. അവൾ ഉടനെ പ്രസവിക്കാൻ കാരണമെന്ത്? ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവ വേദന ശക്തിപ്പെട്ടതുകൊണ്ട്. അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ മരണാസന്നയായ അവളോട് പറഞ്ഞതെന്ത്? ഭയപ്പെടേണ്ട, നീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു. അവളുടെ പ്രതികരണം എന്തായിരുന്നു? അവൾ അതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. അവൾ കുഞ്ഞിന് എന്ത് പേരിട്ടു? ഇക്കാബോദ്. എന്ത് പറഞ്ഞുകൊണ്ടാണ് ആ പേരിട്ടത്? മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട്. അവൾ അങ്ങനെ പറഞ്ഞ് കുഞ്ഞിന് പേരിടാൻ കാരണമെന്ത്? ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെടുകയും അവളുടെ അമ്മായിയപ്പനും ഭർത്താവും നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട്. എന്തുകൊണ്ടാണ് മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയത്? ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ. ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടപ്പോൾ ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയത് എന്ത്? മഹത്വം. ദൈവത്തിൻ്റെ മഹത്വം എന്ന് കാണുന്ന വാക്യങ്ങൾ ഏതെല്ലാം? 11, 17, 18, 19, 21, 22 6 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച് കാണുന്നത് എവിടെ? 4:13. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം എന്ന് കാണുന്നത് എവിടെ? 4:3, 6. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം എന്ന് എവിടെ കാണുന്നു? 4:4. കർത്താവിൻ്റെ പേടകം എവിടെ കാണുന്നു? 4:6. 4-ാം അധ്യായത്തിൽ കാണുന്ന ചോദ്യങ്ങൾ ഏവ? 1. ഫിലിസ്ത്യർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? 2. ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആർ നമ്മെ രക്ഷിക്കും? 3. എന്താണ് ഈ മുറവിളി? ഇക്കാബോദ് എന്ന പേരിൻ്റെ അർത്ഥം എന്ത്? മഹത്വമില്ല. അധ്യായം 5. 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 12. 5-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? പേടകം ഫിലിസ്ത്യരുടെ ഇടയിൽ. ഫിലിസ്ത്യർ ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തി. എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്.
ഫിലിസ്ത്യർ കർത്താവിൻ്റെ പേടകം അഷ്ദോദിൽ എവിടെ സ്ഥാപിച്ചു? ദാഗോൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം. അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ കണ്ടത് എന്ത്? ദാഗോൻ്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നത്. അവർ അതെടുത്ത് എന്തു ചെയ്തു? യഥാപൂർവം സ്ഥാപിച്ചു. 5:4 പിറ്റേന്ന് അവർ കണ്ടതെന്ത്? ദാഗോൻ്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നു. 5:4 മറിഞ്ഞു കിടന്ന ദാഗോൻ്റെ സ്ഥിതി എന്തായിരുന്നു? ദാഗോൻ്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു. ഉടൽ മാത്രം അവശേഷിച്ചിരുന്നു. ദാഗോൻ്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും അഷ്ദോദിലുള്ള ദാഗോൻ്റെ വാതിൽപ്പടിയിൽ ചവിട്ടാത്തത് എന്തുകൊണ്ട്? ദാഗോൻ്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിലാണ് കിടന്നത്. അതുകൊണ്ട്. കർത്താവിൻ്റെ കരം അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ പ്രബലമായതിൻ്റെ ഫലം എന്തായിരുന്നു? അവിടുന്ന് അവരെ ഭയപ്പെടുത്തി അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവർക്ക് കുരുക്കൾ വരുത്തി അവരെ കഷ്ടപ്പെടുത്തി. ഇത് കണ്ട് എന്ത് നമ്മുടെ ഇടയിൽ ഇരിക്കണ്ട എന്നാണ് അഷ്ദോദിലെ ജനങ്ങൾ പറഞ്ഞത്. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം. അവർ തുടർന്ന് പറഞ്ഞത് എന്ത്? അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോൻ്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. 5:8 അഷ്ദോദിലെ ജനങ്ങൾ ആളയച്ച് വിളിച്ചു കൂട്ടിയത് ആര്? ഫിലിസ്ത്യ പ്രഭുക്കന്മാരെയല്ല. ഫിലിസ്ത്യ പ്രഭുക്കന്മാരോട് അവർ ചോദിച്ചത് എന്ത്? ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടത് എന്ന്. എവിടേക്ക് പേടകം കൊണ്ടുപോകാം എന്നാണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞത്? ഗത്തിലേക്ക്. ദൈവത്തിൻ്റെ പേടകം അവർ എങ്ങോട്ട് കൊണ്ടുപോയി? ഗത്തിലേക്ക്. ഗത്തിലെത്തിയപ്പോൾ കർത്താവ് എന്തു ചെയ്തു? ആ നഗരത്തെയും ശിക്ഷിച്ചു. സംഭ്രാന്തരായത് ആര്? ജനങ്ങൾ. കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടത് ആര്? ആബാലവൃദ്ധം ജനങ്ങളും. 5:9 ദൈവത്തിൻ്റെ പേടകം എവിടേക്ക് കൊണ്ടുപോയതായാണ് കാണുന്നത്? എക്രോണിലേക്ക്. പേടകം എക്രോണിലെത്തിയപ്പോൾ മുറവിളി കൂട്ടിയത് ആര്? തദ്ദേശവാസികൾ. 5:10 എക്രോണിലെ തദ്ദേശവാസികളുടെ മുറവിളി എന്തായിരുന്നു? നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എക്രോണിലുള്ളവർ ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി പറഞ്ഞത് എന്ത്? ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം വിട്ടുകൊടുക്കുക. നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ അത് തിരിച്ചയക്കുക. നഗരത്തെ ബാധിച്ചത് എന്ത്? സംഭ്രാന്തി. സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിക്കാൻ കാരണമെന്ത്? ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ടിരുന്നു. ആരെയാണ് കുരുക്കൾ ബാധിച്ചത്? മരിക്കാതെ അവശേഷിച്ചവരെ. ആകാശത്തിലേക്ക് ഉയർന്നത് എന്ത്? നഗരവാസികളുടെ നിലവിളി. ദൈവത്തിൻ്റെ പേടകം എന്ന് എവിടെയെല്ലാം കാണുന്നു? 5-ാം അധ്യായത്തിൻ്റെ 1-ലും 8-ലും 10-ലും. കർത്താവിൻ്റെ പേടകത്തെക്കുറിച്ച് സൂചനയുള്ളത് എവിടെ? 5-ാം അധ്യായത്തിൻ്റെ 3-ലും 4-ലും. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം എവിടെയെല്ലാം കാണുന്നു? 5-7-ലും 10-ലും. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം എവിടെയെല്ലാം കാണുന്നു? 5-8-ലും 11-ലും. അധ്യായം 6. 6-ാം അധ്യായത്തിലെ വാക്യങ്ങൾ എത്ര? 17. 6-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? പേടകം തിരിച്ചെത്തുന്നു. കർത്താവിൻ്റെ പേടകം എത്ര നാളാണ് ഫിലിസ്ത്യരുടെ രാജ്യത്തുണ്ടായിരുന്നത്? 7 മാസം. ഫിലിസ്ത്യർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചത് എന്ത്? 1. കർത്താവിൻ്റെ പേടകം നാം എന്തു ചെയ്യണം? 2. പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? 6:2 ഫിലിസ്ത്യർ ആരെയാണ് വിളിച്ചു വരുത്തുന്നത്? പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും. 6:3 തിരിച്ചയക്കുന്നത് വെറും കൈയോടെ ആകരുതെന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച്. എന്ത് തീർച്ചയായും കൊടുത്തയക്കണമെന്നാണ് പറയുന്നത്? ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ. അപ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നാണ് 6:3 പറയുന്നത്? 1. നിങ്ങൾ സുഖം പ്രാപിക്കും. 2. അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിക്കാത്തതിൻ്റെ കാരണം മനസ്സിലാകും. 6:4 ഫിലിസ്ത്യർ ചോദിക്കുന്നത് എന്ത്? എന്ത് വസ്തുവാണ് പ്രായശ്ചിത്ത ബലിക്ക് ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കേണ്ടത്? പുരോഹിതന്മാരുടെയും ജ്യോത്സ്യന്മാരുടെയും
6:4 മറുപടി എന്ത്? ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് സ്വർണ്ണ നിർമ്മിതമായ 5 കുരുക്കളും 5 എലികളും ആകട്ടെ. 5 കുരുക്കളും 5 എലികളും എന്ന് പറയാൻ കാരണം എന്ത്? ഫിലിസ്ത്യർക്കും അവരുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധ തന്നെയാണ് ഉണ്ടായത്. 6:5 എന്തിൻ്റെ രൂപം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്? നിങ്ങളുടെ കുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും. ആരുടെ മഹിമയെ പ്രകീർത്തിക്കുവിൻ എന്നാണ് പറയുന്നത്? ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ മഹിമയെ പ്രകീർത്തിച്ചാൽ അവിടുന്ന് എന്ത് ചെയ്തേക്കാം എന്നാണ് 6:5 പറയുന്നത്? നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിൻ്റെയും മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് പിൻവലിച്ചേക്കാം. ആര് കഠിന ഹൃദയരായ കാര്യമാണ് 6:6 ഓർക്കുന്നത്? ഈജിപ്തുകാരും ഫറവോയും. എന്ത് ചെയ്തതിന് ശേഷമാണ് നാട് വിടാൻ ഈജിപ്തുകാർ ഇസ്രായേല്യരെ അനുവദിച്ചതും അവർ പോയതും? അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിന് ശേഷം. 6:7 എന്ത് ഉണ്ടാക്കുന്ന കാര്യമാണ് പറയുന്നത്? ഒരു പുതിയ വണ്ടി. വണ്ടിയിൽ കെട്ടേണ്ടത് എന്താണ്? ഒരിക്കലും നുകം വെച്ചിട്ടില്ലാത്ത 2 കറവ പശുക്കളെ. അവയുടെ കുട്ടികൾ വീട്ടിൽ നിന്നുകൊള്ളട്ടെ. ഏവയുടെ? പുതിയ വണ്ടിയിൽ കെട്ടുന്ന കറവ പശുക്കളുടെ. 6:8 എന്താണ് വണ്ടിയിൽ വയ്ക്കേണ്ടത്? കർത്താവിൻ്റെ പേടകം. വണ്ടിയുടെ ഒരു വശത്ത് വയ്ക്കേണ്ടത് എന്താണ്? പ്രായശ്ചിത്ത ബലിക്ക് തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പടികൾ. നിങ്ങൾ എന്ത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കാനാണ് പറയുന്നത്? സ്വന്തം നാടായ ബേത്ത്ഷെമേഷിലേക്കാണോ അവ പോകുന്നത് എന്ന്. സ്വന്തം നാടായ ബേത്ത്ഷെമേഷിലേക്കാണ് അവ പോകുന്നതെങ്കിൽ എന്ത് അനുമാനിക്കാം? തീർച്ചയായും അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത് എന്ന്. ബേത്ത്ഷെമേഷിലേക്കല്ല പോകുന്നതെങ്കിൽ എന്ത് മനസ്സിലാക്കാം? അവിടുന്നല്ല നമ്മെ ശിക്ഷിച്ചതെന്നും അവ യാദൃശ്ചികമായി സംഭവിച്ചതാണെന്നും. അവർ അപ്രകാരം ചെയ്തു. എന്താണ് ചെയ്തത്? 2 കറവ പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്കു കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി. കർത്താവിൻ്റെ പേടകത്തോടൊപ്പം എന്തൊക്കെയാണ് വണ്ടിക്കുള്ളിൽ വെച്ചത്? സ്വർണ്ണ നിർമ്മിതമായ കുരുക്കളും എലികളുമുള്ള പെട്ടിയും. 6:12 പശുക്കൾ എന്തു ചെയ്തു? ബേത്ത്ഷെമേഷിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടം വലം നോക്കാതെ നേരെ പോയി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവയെ എവിടം വരെ അനുധാവനം ചെയ്തു? ബേത്ത്ഷെമേഷ് അതിർത്തി വരെ. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ബേത്ത്ഷെമേഷ് അതിർത്തി വരെ അവയെ അനുധാവനം ചെയ്തു. 6:13 ബേത്ത്ഷെമേഷിലെ ജനങ്ങൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടതെന്ത്? കർത്താവിൻ്റെ പേടകം. കർത്താവിൻ്റെ പേടകം കണ്ട അവർ എന്തു ചെയ്തു? അത്യധികം ആനന്ദിച്ചു. 6:14 വണ്ടി എവിടെയാണ് നിന്നത്? ബേത്ത്ഷെമേഷുകാരനായ ജോഷുവയുടെ വയലിൽ. ജോഷുവയുടെ വയലിൽ എന്ത് ഉണ്ടായിരുന്നു? ഒരു വലിയ കല്ല്. 6:14 ബേത്ത്ഷെമേഷുകാർ എങ്ങനെയാണ് കർത്താവിന് ദഹനബലി അർപ്പിച്ചത്? വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി പശുക്കളെ ദഹനബലിയായി അവർ കർത്താവിന് സമർപ്പിച്ചു. ലേവ്യർ എന്തൊക്കെയാണ് താഴെ ഇറക്കി ആ വലിയ കല്ലിന്മേൽ വെച്ചത്? കർത്താവിൻ്റെ പേടകവും അതോടൊപ്പം സ്വർണ്ണ ഉരുപ്പടികൾ വെച്ചിരുന്ന പെട്ടിയും. കർത്താവിൻ്റെ പേടകവും അതോടൊപ്പം സ്വർണ്ണ ഉരുപ്പടികൾ വെച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കി ആ വലിയ കല്ലിന്മേൽ വെച്ചത് ആരാണ്? ലേവ്യർ. 6:8 6:15 കാണുന്ന സമാനത എന്ത്? കർത്താവിൻ്റെ പേടകം, സ്വർണ്ണ ഉരുപ്പടികൾ എന്നീ വാക്കുകൾ. ബേത്ത്ഷെമേഷിലെ ജനങ്ങൾ അന്ന് കർത്താവിന് സമർപ്പിച്ചത് എന്തെല്ലാം? ദഹനബലികളും ഇതര ബലികളും. കർത്താവിന് ബേത്ത്ഷെമേഷിലെ ജനങ്ങൾ ബലിയർപ്പിക്കുന്നത് കണ്ടതിന് ശേഷം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ചെയ്തതെന്ത്? എക്രോണിലേക്ക് മടങ്ങി. എത്ര ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണ്ടായിരുന്നു? 5. എന്തിനു വേണ്ടിയാണ് ഫിലിസ്ത്യർ സ്വർണ്ണക്കുരുക്കൾ സമർപ്പിച്ചത്? കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി. കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി ഫിലിസ്ത്യർ സമർപ്പിച്ച സ്വർണ്ണക്കുരുക്കളിൽ ഒന്ന് ഏത് പ്രദേശത്തിന് വേണ്ടി ആയിരുന്നു? അഷ്ദോദിന്. മറ്റൊന്ന് ആർക്കു വേണ്ടി ആയിരുന്നു? ഗാസായ്ക്ക്. മൂന്നാമത്തത് ആർക്കു വേണ്ടി ആയിരുന്നു? അഷ്കലോണ്. നാലാമത്തത് ആർക്കു വേണ്ടി ആയിരുന്നു?
ഗത്തിന്. അഞ്ചാമത്തത് ആർക്ക് വേണ്ടിയായിരുന്നു? എക്രോണിന്. 6-ാം അധ്യായം 4, 11, 17 ഇവയിൽ പൊതുവായി കാണുന്നത് എന്ത്? സ്വർണ്ണ കുരുക്കൾ. സ്വർണ്ണ എലികൾ എന്തിൻ്റെ സംഖ്യ അനുസരിച്ചായിരുന്നു? ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും. 6-ന്റെ 4, 11, 18 ഇവയിൽ പൊതുവായി കാണുന്നത് എന്ത്? സ്വർണ്ണ എലികൾ. ഇന്നും ബേത്ത്ഷെമേഷുകാരനായ ജോഷുവയുടെ വയലിൽ എന്ത് ഉണ്ടെന്നാണ് 6:19 കാണുന്നത്? കർത്താവിൻ്റെ പേടകം ഇറക്കി വെച്ച ആ വലിയ കല്ല്. ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായി ഇന്നുള്ളത് എന്താണ്? ആ വലിയ കല്ല്. ആരുടെ വയലിലാണ് ആ വലിയ കല്ല് ഉള്ളത്? ബേത്ത്ഷെമേഷുകാരനായ ജോഷുവയുടെ വയലിൽ. 6:19 ആരെയാണ് അവിടുന്ന് വധിക്കുന്നത്? കർത്താവിൻ്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ 70 ബേത്ത്ഷെമേഷുകാരെ. 6:19 അവർ വിലപിച്ചത് എന്തുകൊണ്ട്? കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയതുകൊണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ, പരിശുദ്ധനായ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ആരുടേതാണ് ഈ ചോദ്യം? ബേത്ത്ഷെമേഷിലെ ആളുകളുടെ. ബേത്ത്ഷെമേഷിലെ ആളുകൾ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്ത്? നമ്മുടെ അടുത്തു നിന്ന് അവിടുത്തെ എങ്ങോട്ട് അയക്കും? ബേത്ത്ഷെമേഷിലെ ആളുകൾ ദൂതന്മാരെ അയച്ചത് എവിടേക്ക്? കിരിയാത്ത് യയാറിമിലെ ജനങ്ങളുടെ അടുത്തേക്ക്. ബേത്ത്ഷെമേഷിലെ ആളുകൾ ദൂതന്മാരെ കിരിയാത്ത് യയാറിമിലെ ജനങ്ങളുടെ അടുത്തേക്ക് അയച്ചു പറഞ്ഞത് എന്ത്? കർത്താവിൻ്റെ പേടകം ഫിലിസ്ത്യർ തിരിച്ചയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് ഏറ്റെടുത്ത് കൊള്ളുവിൻ. 6-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിലും അവസാന വാക്യത്തിലും കാണുന്ന വാക്ക് ഏത്? കർത്താവിൻ്റെ പേടകം. കർത്താവിൻ്റെ പേടകം എന്ന് എത്ര തവണ ഈ അധ്യായത്തിൽ ആവർത്തിക്കുന്നു? 4 പ്രാവശ്യം ആവർത്തിക്കുന്നു. 1, 2, 19, 21 വാക്യങ്ങളിൽ. കർത്താവിൻ്റെ പേടകത്തെക്കുറിച്ച് സൂചനയുള്ള വാക്യങ്ങൾ ഏവ? 6-ാം അധ്യായത്തിൻ്റെ 1, 2, 3, 8, 11, 13, 15, 19, 21 വാക്യങ്ങളിൽ. സ്വർണ്ണ എലികൾ എന്ന് കാണുന്നത് എവിടെ? 6:19. 6:6 ഫറവോ കഠിനഹൃദയനാകുന്നതും ഈജിപ്തുകാരെ വിട്ടയക്കാൻ അനുവദിക്കുന്നതും അനുസ്മരിക്കുന്നു. ഇതേക്കുറിച്ച് പറയുന്ന പുറപ്പാടിലെ വാക്യങ്ങൾ ഏവ? പുറപ്പാട് 8:28, 9:7. 6:19 കർത്താവിൻ്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ 70 പേരെ കർത്താവ് വധിക്കുന്നതായി കാണുന്നു. യോഗ്യതയില്ലാതെ വിശുദ്ധ വസ്തുക്കളെ നോക്കുന്നവർ മരിക്കും എന്ന് കാണുന്ന ബൈബിൾ ഭാഗം ഏത്? സംഖ്യ 4:20. 6:20 പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്ക് കഴിയും എന്ന് ചോദിക്കുന്നു. ഇപ്രകാരം പറയുന്ന സങ്കീർത്തന ഭാഗം ഏത്? സങ്കീർത്തനം 76:7. 6-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങൾ കാണുന്നുണ്ട്? 6 ചോദ്യങ്ങളാണ് കാണുന്നത്. 6-ാം അധ്യായത്തിലെ 1-ാമത്തെ ചോദ്യം എന്ത്? കർത്താവിൻ്റെ പേടകം നാം എന്ത് ചെയ്യണം? 2-ാമത്തെ ചോദ്യം എന്ത്? പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? 3-ാമത്തെ ചോദ്യം എന്ത്? ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ നിങ്ങളും എന്തിന് കഠിനഹൃദയരാകുന്നു? 4-ാമത്തെ ചോദ്യം എന്ത്? അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിന് ശേഷമല്ലേ നാട് വിടാൻ ഈജിപ്തുകാർ ഇസ്രായേല്യരെ അനുവദിച്ചതും അവർ പോയതും? 5-ാമത്തെ ചോദ്യം എന്ത്? കർത്താവിൻ്റെ സന്നിധിയിൽ, പരിശുദ്ധനായ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്ക് കഴിയും? 6-ാമത്തെ ചോദ്യം എന്ത്? നമ്മുടെ അടുത്തു നിന്ന് അവിടുത്തെ എങ്ങോട്ട് അയക്കും? അധ്യായം 7. 7-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 17. 7-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? സാമുവൽ ന്യായാധിപൻ. കിരിയാത്ത് യയാറിമിലെ ആളുകൾ വന്ന് കർത്താവിൻ്റെ പേടകം എവിടെയാണ് എത്തിച്ചത്? ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബിനാദാബിൻ്റെ ഭവനത്തിൽ. കർത്താവിൻ്റെ പേടകം സൂക്ഷിക്കുന്നതിന് അഭിഷേകം ചെയ്തത് ആരെ? അബിനാദാബിൻ്റെ പുത്രൻ എലയാസറിനെ. കർത്താവിൻ്റെ പേടകം അബിനാദാബിൻ്റെ ഭവനത്തിൽ എത്തിച്ചത് ആര്? കിരിയാത്ത് യയാറിമിലെ ആളുകൾ. അബിനാദാബ് താമസിച്ചിരുന്നത് എവിടെ? ഗിരിമുകളിൽ. എലയാസറിനെ എന്തിന് അഭിഷേകം ചെയ്തതായാണ് 7:1 കാണുന്നത്? കർത്താവിൻ്റെ പേടകം സൂക്ഷിക്കുന്നതിന്. എലയാസർ ആരുടെ പുത്രനാണ്? അബിനാദാബിൻ്റെ.
7-ാം അധ്യായത്തിൻ്റെ 1-ാം ശീർഷകം ഏത്? സാമുവേൽ ന്യായാധിപൻ. 2 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ പേടകം അവിടെ എത്ര കാലം ഇരുന്നതായാണ് 7:2 കാണുന്നത്? ഏറെക്കാലം. കർത്താവിൻ്റെ പേടകം അവിടെ എത്ര വർഷത്തോളം ഇരുന്നു എന്നാണ് കാണുന്നത്? 20 വർഷത്തോളം. കർത്താവിൻ്റെ പേടകം അബിനാദാബിൻ്റെ ഭവനത്തിൽ ഇരുന്ന കാലത്ത് ഇസ്രായേൽ ജനം എന്തു ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് 7:2 കാണുന്നത്? കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നു. പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന് എന്ത് ബഹിഷ്കരിക്കണമെന്നാണ് സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. നിങ്ങളെ പൂർണ്ണമായി എന്തു ചെയ്യുവിൻ എന്നാണ് സാമുവേൽ പറയുന്നത്? ദൈവത്തിന് സമർപ്പിക്കുവിൻ. ആരെ ആരാധിക്കുവിൻ എന്നാണ് 7:3 പറയുന്നത്? അവിടുത്തെ മാത്രം. ആരിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും എന്നാണ് പറയുന്നത്? ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന്. എന്തിനു വേണ്ടിയാണ് അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും ബഹിഷ്കരിക്കണം എന്ന് സാമുവേൽ പറയുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന്. സാമുവേലിൻ്റെ ഉപദേശം കേട്ട ഇസ്രായേല്യർ 7:4 ചെയ്തതെന്ത്? ബാലിൻ്റെയും അസ്താർത്തേയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു. ഇസ്രായേൽ മുഴുവൻ എവിടെ ഒരുമിച്ച് കൂടട്ടെ എന്നാണ് 7:5 സാമുവേൽ പറയുന്നത്? മിസ്പായിൽ. മിസ്പ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? കാവൽ ഗോപുരം. മുഴുവൻ ഇസ്രായേലും മിസ്പായിൽ ഒരുമിച്ച് കൂടുമ്പോൾ താൻ എന്ത് ചെയ്യാം എന്നാണ് സാമുവേൽ പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. 7:6 മിസ്പായിൽ ഒരുമിച്ച് കൂടിയ ഇസ്രായേൽ ആദ്യം ചെയ്തത് എന്ത്? വെള്ളം കോരി കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ അവർ ചെയ്തത് എന്ത്? ഉപവസിച്ചു. അവർ ഏറ്റു പറഞ്ഞത് എന്ത്? ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്ന്. സാമുവേൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത് എവിടെ വെച്ചാണ്? മിസ്പായിൽ വെച്ച്. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത് ആര്? ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ആക്രമിക്കാൻ പുറപ്പെട്ടപ്പോൾ ഭയചകിതരായ ഇസ്രായേൽക്കാർ സാമുവേലിനോട് അപേക്ഷിച്ചത് എന്ത്? ഫിലിസ്ത്യരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന്. 7:9 സാമുവേൽ കർത്താവിന് അർപ്പിച്ചത് എന്ത്? മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി അർപ്പിച്ചു. ദഹനബലി അർപ്പിച്ചതിന് ശേഷം സാമുവേൽ എന്തു ചെയ്തു? ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. തുടർന്ന് കാണുന്നത് എന്ത്? അവിടുന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു. 7:10 സാമുവേൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ത്? ഫിലിസ്ത്യർ ഇസ്രായേല്യരെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു. 7:10 ഫിലിസ്ത്യർ ഇസ്രായേല്യരെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ചെയ്തത് എന്ത്? ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി ഫിലിസ്ത്യരെ സംഭ്രാന്തരാക്കി. കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കിയപ്പോൾ സംഭ്രാന്തരായ ഫിലിസ്ത്യർ ചെയ്തതെന്ത്? പലായനം ചെയ്തു. 7:11 ഇസ്രായേല്യർ എവിടെ നിന്ന് എവിടെ വരെയാണ് ഫിലിസ്ത്യരെ പിന്തുടർന്ന് വധിച്ചത്? മിസ്പായിൽ നിന്ന് ബെത്കാർ വരെ. മിസ്പായിൽ നിന്ന് ബെത്കാർ വരെ ഫിലിസ്ത്യരെ പിന്തുടർന്ന് വധിച്ച ശേഷം സാമുവേൽ എവിടെയാണ് ഒരു കല്ല് സ്ഥാപിച്ചത്? മിസ്പായ്ക്കും ജഷാനായ്ക്കും മധ്യേ. കല്ല് സ്ഥാപിച്ച സ്ഥലത്തിന് സാമുവേൽ ഇട്ട പേര് എന്ത്? എബനേസർ. എന്ത് പറഞ്ഞുകൊണ്ടാണ് സ്ഥലത്തിന് പേരിട്ടത്? ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ്. 7:13 എങ്ങനെ ആരംഭിക്കുന്നു? അങ്ങനെ ഫിലിസ്ത്യർ കീഴടങ്ങി. തുടർന്ന് കാണുന്നതെന്ത്? പിന്നീടൊരിക്കലും അവർ ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയില്ല. സാമുവേലിൻ്റെ കാലം അത്രയും ഫിലിസ്ത്യർക്കെതിരെ പ്രബലപ്പെട്ടിരുന്നത് എന്ത്? കർത്താവിൻ്റെ കരം. ഫിലിസ്ത്യർ കൈവശമാക്കിയിരുന്ന ഏതു പ്രദേശമാണ് അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തത്? എക്രോൺ മുതൽ ഗത്ത് വരെയുള്ള പ്രദേശങ്ങൾ. എന്ത് വീണ്ടെടുത്തതായാണ് 7:14 കാണുന്നത്? ഇസ്രായേല്യർ തങ്ങളുടെ പ്രദേശമെല്ലാം ഫിലിസ്ത്യരിൽ നിന്ന് വീണ്ടെടുത്തു. ആര് തമ്മിൽ സമാധാനമുണ്ടായതായാണ് 7:14 കാണുന്നത്? ഇസ്രായേല്യരും അമോര്യരും തമ്മിൽ.
സാമുവേലിൻ്റെ നീതിപാലനത്തെക്കുറിച്ച് 7:15 പറയുന്നതെന്ത്? സാമുവേൽ തൻ്റെ ജീവിതകാലം അത്രയും ഇസ്രായേലിൽ നീതിപാലനം നടത്തിയിരുന്നു. സാമുവേൽ വർഷം തോറും സന്ദർശിച്ച് നീതിപാലനം നടത്തിയിരുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ബേഥേൽ, ഗിൽഗാൽ, മിസ്പ. 7:17 സാമുവേൽ എവിടേക്ക് മടങ്ങിപ്പോയതായാണ് കാണുന്നത്? തൻ്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിലേക്ക്. റാമായിൽ മടങ്ങിയെത്തിയ സാമുവേൽ എന്ത് ചെയ്തതായാണ് 7:17 പറയുന്നത്? അവിടെയും നീതിപാലനം നടത്തുകയും കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിക്കുകയും ചെയ്തു. 7:4 ഇസ്രായേല്യർ ബാലിൻ്റെയും അസ്താർത്തയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ ആരാധിക്കുന്നതായി കാണുന്നു. ഇങ്ങനെ കാണുന്ന മറ്റൊരു പഴയ നിയമഭാഗം എഴുതുക. ന്യായാധിപന്മാർ 10:16. 7:10 കർത്താവ് ഫിലിസ്ത്യരെ സംഭ്രാന്തരാക്കിയതായി കാണുന്നു. അവിടുന്ന് ഈജിപ്തുകാരെ സംഭ്രാന്തരാക്കിയതായി കാണുന്ന മറ്റൊരു വചനഭാഗം ഏത്? പുറപ്പാട് 14:24. 7:10 ഫിലിസ്ത്യരെ കാണുന്നത് പോലെ അമോര്യർ ഭയവിഹ്വലരാകുന്നതായി കാണുന്ന വചനഭാഗം ഏത്? ജോഷുവ 10:10. എബനേസർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? സഹായശില. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിലെ ഈ വർഷത്തെ പഠനഭാഗത്തെ മുഴുവൻ ചോദ്യോത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. ബെസ്റ്റ് വിഷസ്. ഗോഡ് ബ്ലെസ് യു.